വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ കനത്ത മിസൈൽ ആക്രമണം. ഇസ്രായേൽ ആദ്യ ദിവസം ആക്രമണം നടത്തിയത് സൈനിക മേധാവികളെയും സയന്റിസ്റ്റുകളെയും ആണവ നിലയങ്ങളെയും ആയിരുന്നെങ്കിലും പിന്നീട് കണ്ടത് ഇറാനിലെ എണ്ണപ്പാടങ്ങളും എയർപോർട്ടും ടെഹ്റാനിലെ എണ്ണ സംഭരണശാലയും ഗ്യാസ് സ്റ്റേഷനും ആക്രമിക്കുകയായിരുന്നു. ഇതിനു മറുപടിയായി ഇറാൻ അക്ഷരാർത്ഥത്തിൽ പലസ്തീനിലെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്ന സമാന രീതിയിലാണ് ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫ പുലരുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വന്നു നിന്ന് ഇറാൻ പൗരന്മാരെയാണ് ആക്രമിച്ചു കൊല്ലുന്നത് എന്ന് പറയുകയുണ്ടായി. ഇപ്പോഴും 10,000-കണക്കിന് പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തയാളാണ് വിലപിക്കുന്നത്. ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന നാമകരണം ചെയ്ത പ്രത്യാക്രമണത്തിൽ ഹൈഫയിലെ ഹൗസിംഗ്, വ്യാവസായിക മേഖലയിലും സാരമായ കേടുപാടുകൾ ഉണ്ടായി. കൂടാതെ പൈപ്പ് ലൈനും ട്രാൻസ്മിഷൻ ലൈൻസിനും 2 ജനറേറ്ററുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ഹൈഫയിലെ പോർട്ട് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. റിഫൈനറിയും ഭാഗികമായി പ്രവർത്തിക്കുന്നുള്ളൂ. ഹൈഫയ്ക്ക് സമീപമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റെഹോവാദിൽ മിസൈലുകൾ പതിച്ചു. വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചു. അയൺ ഡോം സംവിധാനങ്ങൾ മറികടന്നാണ് മിസൈലുകളെല്ലാം പതിച്ചത്. അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ ശത്രുവിന്റെ മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്ന സംവിധാനമാണിത്. ഇതൊരു പരിച പോലെ തങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് സദാ ജാഗരൂകമായ റഡാർ സിസ്റ്റമാണ്. ഇതിന്റെ നട്ടെല്ല്. ശത്രുവിന്റെ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ ആകാശ പരിധിയിൽ എത്തിയാൽ ഉടൻ തന്നെ ഇത് തിരിച്ചറിയുകയും അത് കൺട്രോൾ സിസ്റ്റത്തിന് കൈമാറുകയും ചെയ്യും. വേഗതയും ഗതിയും ഒക്കെ മനസ്സിലാക്കി മിസൈലിന്റെ യാത്രാപഥം കണ്ടെത്തുന്നത് ഈ കൺട്രോൾ സിസ്റ്റമാണ്. മിസൈൽ ജനവാസ മേഖലയിലേക്കാണോ മരുഭൂമിയിലേക്കാണോ എന്ന് കണ്ടെത്തുന്നത്. മരുഭൂമിയിലേക്ക് വരുന്ന റോക്കറ്റുകൾ അവഗണിക്കുകയും ജനവാസ മേഖലയിലേക്ക് വരുന്ന മിസൈൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ എവിടെ വെച്ച് തകർക്കണമെന്ന് തീരുമാനിക്കുകയും ആ സന്ദേശം ലോഞ്ചറിന് കൈമാറുകയും ചെയ്യും. ലോഞ്ചർ ശത്രുവിന്റെ മിസൈൽ ആകാശത്ത് വെച്ച് തകർക്കുകയും ചെയ്യും. അയൺ ഡോം ഒരു യൂണിറ്റിന് ചെലവ് 850 കോടി രൂപ. അതിൽ നിന്നും തൊടുക്കുന്ന ഓരോ മിസൈലിനും 42.5 ലക്ഷം രൂപ ചെലവ് വരും. ഇസ്രായേലിന്റെ മിസൈൽ വേദ സംവിധാനങ്ങൾ ഇവയാണ്. അയൺ ഡോമിന് 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ 70 കിലോമീറ്റർ വരെ അകലത്തിലുള്ള റോക്കറ്റുകൾ തകർക്കാം. അടുത്തത് ഡേവിഡ് സ്ലിംഗ്. ഇതിന് 15 കിലോമീറ്റർ ഉയരത്തിൽ 300 കിലോമീറ്റർ അകലെയുള്ള റോക്കറ്റുകളെ തകർക്കാൻ കഴിയും. ആരോ സിസ്റ്റത്തിന് 100 കിലോമീറ്റർ ഉയരത്തിൽ 2400 കിലോമീറ്റർ വരെ അകലത്തിലുള്ള മിസൈലുകളെ തകർക്കാൻ കഴിയും. ആഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് 150 കിലോമീറ്റർ ഉയരത്തിൽ 200 കിലോമീറ്റർ അകലെയുള്ള മിസൈലുകളെ തകർക്കാൻ കഴിയും. എന്നാൽ ഇറാന്റെ മിസൈലുകളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നതിനുള്ള കാരണം മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അഴക്കുമ്പോൾ അയൺ ഡോമിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. അപ്പോൾ പല മിസൈലുകളും അയൺ ഡോം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും ചെയ്യുന്നു.